മാർച്ച് വിട പറയുകയാണ്. കലാലയം കടന്നുപോകുന്നത് പുത്തൻ തലമുറയുടെ ഒരു ഏടുകൂടി. ക്ലാസ് മുറി ഓർമ്മകളെ അക്ഷരങ്ങളാൽ കോർത്ത് സൗഹൃദത്തിന്റെ ഹാരം തീർത്ത ഓട്ടോഗ്രാഫ് പഴയ തലമുറ ഉള്ളിൽ ഒതുക്കുന്നുണ്ട്. മൊബൈൽ ഫോണുകളുടെ വ്യാപനത്തോടൊപ്പം വാട്സാപ്പ് ചാറ്റ് ബോർഡുകൾ നിറയ്ക്കുകകൂടി ചെയ്തതോടെ ക്ലിയർ ചെയ്യപ്പെടുകയായിരുന്നു പ്രണയ നൊമ്പരങ്ങൾ പങ്കുവയ്ക്കപ്പെട്ട ഓട്ടോഗ്രാഫുകൾ. സഹപാഠികളെക്കുറിച്ചുള്ള നല്ല ഓർമ്മകൾ അക്ഷരങ്ങളിലൂടെ ആവാഹിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്നതായിരുന്നു സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ തീരുമാനം. നോട്ട് പാഡുകൾ ഒരാഴ്ച മുൻപേ വാങ്ങി കുട്ടികൾക്ക് വിതരണം ചെയ്തു. പിന്നിട്ട ദിനങ്ങൾ കൊണ്ട് അവർ പേജുകൾ എഴുതി നിറച്ച് ഓർമ്മകൾക്ക് നിറം പകർന്നു. പലതിലും നിഴലിച്ചത് വിരഹവേദന, സൗഹൃദങ്ങൾ വിട്ടകലുന്നതിലെ സങ്കടം. യുവന്മാരെല്ലാം വിട്ടു പിരിഞ്ഞു വന്ന് പിന്നെ ടീച്ചേഴ്സും ഈ സ്കൂളും എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു സ്കൂളായത്. ഒത്തിരി ഓർമ്മകൾ തന്ന സ്കൂളാണ്. വേറൊന്നും പറയാനല്ല, എനിക്ക് വിഷമം വരുന്നു. പുതിയ പൂക്കളെ കാണുമ്പോൾ പഴയ പൂക്കളെ മറക്കരുതേ. പുഞ്ചിരിയിലുണ്ട് വഞ്ചനയുടെ ലാഞ്ചന. കാലങ്ങളോളം ക്യാമ്പസുകൾ കൈമാറി വന്ന വാചകങ്ങൾ പക്ഷേ ഇതിലെവിടെയും കാണാനാകുമായിരുന്നില്ല. ഒറ്റ വാചകത്തിൽ ഒതുക്കുന്ന ആശംസകളും പരീക്ഷാ വിജയവുമെല്ലാമാണ് പേജുകൾ നിറച്ചത്. പ്രിയപ്പെട്ട കൂട്ടുകാരെക്കുറിച്ചും ഇഷ്ടപ്പെട്ട അധ്യാപകരെക്കുറിച്ചും വിശദമായി എഴുതിയവരെയും കണ്ടു. പണ്ടത്തേതുപോലെ ഓർമ്മകളുടെ അക്ഷരങ്ങൾ നിറയുന്ന ചെറുപുസ്തകങ്ങൾ ഇവിടെ വിദ്യാർത്ഥികൾ മടക്കിക്കൊണ്ടുപോകുന്നില്ല. അവ ഇനി സ്കൂൾ അലമാരയിൽ 2024-25 ബാച്ചിനെ അടയാളപ്പെടുത്തും. വരുന്ന തലമുറകൾ ഒരുപക്ഷെ ഈ എഴുതി കൊടുത്ത ആളുകളാകാം, അവരുടെ മക്കളാകാം, കൊച്ചുമക്കളാകാം. അവരൊക്കെ വരുമ്പോൾ അക്കാലത്തുണ്ടായിരുന്ന സൗഹൃദം എങ്ങനെയായിരുന്നു എന്നുള്ളതിനോട് തെളിവാണ് നമ്മളിത് സൂക്ഷിക്കുന്നതോടുകൂടി അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സൗഹൃദമാണ് ലഹരി എന്ന സന്ദേശം പ്രചരിപ്പിക്കുന്നതിനായാണ് SMC നോട്ട് പാഡുകളുമായി കുട്ടികൾക്കരികിലേക്ക് എത്തിയത്. പേജുകൾ നിറച്ച് തിരിച്ചെത്തിയവ അധ്യാപകരെയും കാലങ്ങൾക്ക് പിന്നിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എൻ്റെ അധ്യാപകർ എൻ്റെ ഓട്ടോഗ്രാഫിൽ എഴുതി തന്ന വാക്കുകളതാണ് ഒരു അധ്യാപിക എന്ന നിലയിൽ എനിക്കിന്ന് ഇൻസ്പിറേഷൻ തരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളിൽ നിന്ന് അന്യം നിന്ന് പോകുന്നോ എന്നൊരു സംശയം നമുക്കിപ്പോൾ ഉണ്ട്. സ്കൂളിനോളം പഴക്കമുള്ള തടിയലമാരയ്ക്കുള്ളിലാണ് ഇനി ഇവയ്ക്ക് വിശ്രമം. കാലം ഏറെ കഴിഞ്ഞ് ഓർമ്മകളുടെ കടലിരമ്പത്തിൽ സ്കൂൾ മുറ്റത്തേക്ക് വരാൻ ചിലരെങ്കിലും കൊതിക്കും. അന്നവർക്ക് മറച്ചു നോക്കാൻ കാലത്തിന്റെ കയ്യൊപ്പമായാതെ അവ ഇവിടെ തന്നെ കാണും. ജയചന്ദ്രൻ പുല്ലമ്പാറയ്ക്കൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. നീ എന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല, WC അയക്കണം, അതായത് വെഡ്ഡിങ് കാർഡ് അയക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഓട്ടോഗ്രാഫുകൾ ഞാനും ആ കാലത്തേക്ക് തിരിച്ചു പോയി വന്ന്. എത്ര മനോഹരമായ സങ്കല്പമല്ലേ അത്. തിരികെ വീണ്ടും ആ സ്കൂള് തിരിച്ചു കൊണ്ടുവരുന്നു എന്ന് പറയുന്നത് ഏറെ സന്തോഷം. കാരണം റീൽസിന്റെ കാലത്ത് കുട്ടികൾ മൊബൈൽ ഫോണിൽ നിന്ന് കണ്ണെടുക്കാത്തൊരു കാലത്ത് വീണ്ടും ആ പഴമയുടെ ഓട്ടോഗ്രാഫുകൾ എഴുതിക്കുക എന്നുള്ളത് നല്ല മാതൃകാപരമായ ഒരു കാര്യം തന്നെയാണ്. നമുക്ക് ഈ വാർത്തയുടെ കൂടുതൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് CK അഭിലാൽ ചേരുന്നുണ്ട്. അഭിലാൽ, പഴമയുടെ ആ കാലത്തേക്ക് ആ കുട്ടികളെ തിരിച്ചു കൊണ്ടുപോയ അധ്യാപകർക്ക് ആദ്യം ഒരു കയ്യടി കൊടുക്കണം. എന്തായാലും അവർ ഓട്ടോഗ്രാഫുകൾ വീണ്ടും എഴുതി തുടങ്ങി. മൊബൈൽ ഫോണുകൾ സാധാരണമായതോടുകൂടി നമുക്ക് നഷ്ടപ്പെട്ട നൊസ്റ്റാൾജിക് ഫീലുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഒന്നാണ് ഓട്ടോഗ്രാഫുകൾ. അത് കോളേജിൻ്റെയും സ്കൂളിൻ്റെയൊക്കെ തന്നെ പടി കടന്നു പോയിട്ട് 15-20 വർഷത്തോടടുത്ത് ആയിട്ടുണ്ട്. ഇപ്പോഴത്തെ തലമുറയ്ക്ക് എന്താണ് ഓട്ടോഗ്രാഫിൻ്റെ ഫീൽ എന്ന് പോലും അറിയാൻ കഴിയാത്തൊരു സ്ഥിതിയുണ്ട്. പ്രത്യേകിച്ചും ഈ സ്കൂളുകളിൽ 10ാം ക്ലാസ് അതോടൊപ്പം തന്നെ +2 പരീക്ഷകൾ കഴിയുന്ന ദിവസം ആഘോഷങ്ങൾ സ്കൂളിൽ പാടില്ല. കുട്ടികൾ എത്രയും വേഗം വീടുകളിൽ എത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പാക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ നിർദ്ദേശം കൂടി കണക്കിലെടുത്താണ് ഒരു വേറിട്ട ചിന്തയിലേക്ക് സ്കൂൾ അധികൃതർ എത്തിച്ചേർന്നത്. സൗഹൃദമാണ് ലഹരി എന്നുള്ള ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് കുട്ടികളുടെ ചിന്തകൾ സൗഹൃദത്തിലേക്ക് വഴി മാറ്റുക, അതിൽ തന്നെ കേന്ദ്രീകരിക്കപ്പെടുക എന്നതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ ഉദ്ദേശം. നമ്മളൊക്കെ എഴുതിക്കുകയും ചെയ്തിട്ടുള്ള ഓട്ടോഗ്രാഫുകളൊക്കെ തന്നെ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോയി കാലം കടന്നു പോകുമ്പോൾ നമുക്ക് തന്നെ അറിയില്ല പിന്നീട് അത് എവിടെയാണ് എന്നറിയാത്ത സ്ഥിതി. എങ്ങനെ കൈമോശം വന്നുപോയ ഓട്ടോഗ്രാഫുകളുണ്ടായി. അത്തരത്തിലുള്ള ഒരു ഭാവി ഈ ഓട്ടോഗ്രാഫുകൾക്കുണ്ടാകാൻ പാടില്ല എന്നുള്ള ഒരു നിശ്ചയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എഴുതിയ മുഴുവൻ ഓട്ടോഗ്രാഫുകളും സ്കൂൾ അധികൃതർ തന്നെ വാങ്ങി സൂക്ഷിക്കുന്നത്. അങ്ങനെ ഏതെങ്കിലും കാലത്ത് പിന്നീട് സ്കൂളിലേക്ക് വരണമെന്ന്
ആഗ്രഹിക്കാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല. അങ്ങനെ ഒരു വേളയിൽ തിരിച്ച് സ്കൂൾ അങ്കണത്തിലേക്ക് എത്തുന്നവർക്ക് തങ്ങൾ പഠിച്ച കാലയളവിൽ തീർച്ചയായിട്ടും അഭിലാൽ, അങ്ങനെ ഓർമ്മകൾ സൂക്ഷിച്ചു വെക്കുക അതൊരു വലിയ സുഖമുള്ള പരിപാടിയാണ്. കാരണം നമ്മൾ എന്തായിരുന്നു, എവിടെ നിന്ന് വന്നു, ഇതൊക്കെ അറിയാൻ സാധിക്കും. എന്തായാലും ആ സ്കൂളിന്, ആ അധ്യാപകർക്ക് വലിയൊരു കയ്യടി. കുട്ടികൾ ഇനിയും ഈ ഇത്തരം കാര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതും മനസ്സിലാക്കട്ടെ. അതാകട്ടെ അവരുടെ ലഹരി.